ഹലോ ഗായ്സ്, നമ്മളൊക്കെ ഒരുപാട് യാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. പക്ഷേ നമുക്കതിനുള്ള സമയമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡമോ ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാനായിട്ട്, ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഇന്ന് പോകുന്നത് ശരിക്കും മട്ടാഞ്ചേരി പാലസിന് സമീപമായിട്ടുള്ള ജൂയിഷ് സിനഗോഗിലേക്കാണ്. ജൂസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ കൾച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ശരിക്കും അവിടെ വിസിറ്റ് ചെയ്യുമ്പം വേറെ ഒരു ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഇതുപോലത്തെ ഒരു ഗ്യാലറിയാണ്. അതിനകത്തുള്ള ജൂസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കൊച്ചിയിൽ വന്നപ്പോൾ തൊട്ടുള്ള അവരുടെ ഒരു ഹിസ്റ്ററി നമുക്ക് ആ ഒരു പെയിൻറ്റിങ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജൂയിഷ് സിനഗോഗിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഓരോ ലൈറ്റും ഹാങ്ങിങ്സ് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് അവിടുത്തെ ആ ഒരു കൾച്ചർ, ജൂസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ കൾച്ചർ മനസ്സിലാക്കി തരുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വലിയ ഫിനാൻഷ്യൽ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ജൂയിഷ് സിനഗോഗ് എന്ന് പറയുന്നത്. അവിടുത്തെ ഓരോ കാര്യത്തിനും പെക്യുലാരിറ്റി ഉണ്ട്. ആ പെക്യുലാരിറ്റി എന്തൊക്കെയാണ് എന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈൽസിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. ഒരു ടൈല് വേറൊരു ടൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതായത് അന്നത്തെ ആ ഒരു ഡൈയുടെ പ്രത്യേകതയാണത്. ഒരേപോലെയല്ല വേറൊരു ടൈല് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്കവിടെ ഇരിക്കാം. അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രീ മൈൻഡ് അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഒക്കെ വളരെ വലുതാണ്. ആ ജൂ ടൗണിലൂടെ നമ്മൾ നടക്കുമ്പോൾ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ വളരെയധികം സന്തോഷിപ്പിച്ച ഈ ഇടയ്ക്ക് പോയ യാത്ര ഏതാണെന്ന് പറയാമോ?